സുഹൃത്തുക്കളെ, ഈ അളക്കണത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ബീഫിന്റെ കറിയാണ്. 1 കിലോനോ 2 കിലോനോ അല്ല കേട്ടോ, 1000 കിലോ ബീഫ് 4 ചെമ്പുകളിലായിട്ട് നമ്മള് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ റസൂലിന്റെ നേർച്ച നമ്മള് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അത് മാത്രല്ല, നല്ല അടിപൊളി ചോറുണ്ട്, ആവി പറക്കുന്ന ചോറുണ്ട്, തേങ്ങാ ചോറുണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഉണ്ടാക്കാറുള്ളത് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യ്. പിന്നെ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി എതിർത്ത് പറയാറുണ്ട്, പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, അത് തെറ്റാണെന്നൊക്കെ. അപ്പൊ തെറ്റ് എന്ന് പറഞ്ഞു നടക്കുന്നത് അങ്ങനെ നടക്കട്ടെ, ഒരു കുഴപ്പമില്ല. ഈ ഇറച്ചി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാല് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാല് തെറ്റ് എന്ന് പറയണവരൊക്കെ വന്നിട്ട് ഒരു കഷ്ണം തിന്നും, അത് ഉറപ്പാ. ഇത് കഴിച്ച ആളുകൾക്ക് അറിയാം. അത് സ്മൈലേ ഞാൻ കണ്ടിക്കണ്, തിന്നണേ കണ്ടിക്കണ്. കാരണം അതിന്റെ ടേസ്റ്റ് അതാണ്. ഈ എതിർക്കണ ഈ നേർച്ചനൊക്കെ കുറിച്ചിട്ട് എതിർക്കണ ആളുകളെ എന്താ അധികം ചെയ്യാലോ അറിയോ? ഇത് ഉണ്ടാക്കി തിന്നാൻ പാടുണ്ടോ, റസൂലിന്റെ പേരിൽ നേർച്ച കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറയും. എന്നിട്ട് ഈ ഓര് വന്നിട്ട് ഇത് തിന്നും. എന്നിട്ട് ഞാൻ ഒരാൾക്ക് ചോദിച്ചപ്പോ പറഞ്ഞേ അത് ഭക്ഷണല്ലേ. അതന്നെ ഞങ്ങളും പറയണത് ഭക്ഷണാണ്. റസൂലിന്റെ ജന്മദിനത്തിന്റെ അന്ന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. അതാണ് റസൂല് ജനിച്ചു എന്ന് പറയുന്ന ദിവസം. അന്ന് ഇത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിൽ തെറ്റ് പറയുന്നവര് തെറ്റ് പറഞ്ഞു നടക്കട്ടെ. ഞങ്ങള് നല്ല അടിപൊളി ബീഫും കിട്ടിയിട്ട് ഞങ്ങൾ കഴിക്കും, ആരെതിർത്താലും. അപ്പൊ അവരോടും സ്നേഹം മാത്രമേ